ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവി എന്താകും? അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണം എന്നാൽ 2025-26 വർഷത്തേക്കുള്ള തങ്ങളുടെ മത്സര കലണ്ടർ കഴിഞ്ഞ ദിവസമാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്തുവിട്ടത്. അതിലെങ്ങും ISL, ഇന്ത്യയുടെ തന്നെ ടോപ്പ് ടയർ ലീഗായ ISLനെ കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം. 2025 ഡിസംബറിന് ശേഷം ISL തുടരുമോ എന്ന വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വം ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഒരു വലിയ മാറ്റത്തിന് വഴിയൊരുക്കുകയാണ് എന്ന് വേണം കരുതാൻ. ISLന്റെ വാണിജ്യപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന റിലയൻസ് സ്റ്റാർ സംയുക്ത സംരംഭമായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലുള്ള മാസ്റ്റർ കരാർ അവസാനിക്കുന്ന സമയത്താണ് ഈ ഒരു ഒഴിവാക്കൽ കൂടി വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2010 ഒപ്പുവെച്ച 15 വർഷത്തെ കരാർ ഈ വരുന്ന 2025 ഡിസംബറിൽ അവസാനിക്കുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമാകാതെ ISLന്റെ 2025-26 സീസൺ ആരംഭിക്കുകയില്ലെന്ന് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡിന്റെ ഭാരവാഹികൾ അതാത് ISL ക്ലബ്ബുകളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ISL തന്നെ ഉപേക്ഷിച്ചാൽ ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കുമായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.